ദിവസങ്ങൾ വീണ്ടും കടന്നുപോയി. പുലിക്കളം വീട്ടിലെല്ലാം കൊണ്ട് സന്തോഷം നിറഞ്ഞു നിന്നിരുന്നു. ഒരു ദിവസം ഞായറാഴ്ച. ആദത്തിന്റെ മുറിവെല്ലാം ഉണങ്ങിയിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ അവന് മിസ്ബയെ ഒന്ന് കാണണമെന്ന് ആഗ്രഹം തോന്നി. അതിനുശേഷം അവളുടെ യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല. ഒന്ന് രണ്ട് തവണ ചെക്കപ്പിന് വേണ്ടി ഹോസ്പിറ്റലിലേക്ക് പോയിരുന്നുവെങ്കിലും അവളെ കാണാൻ സാധിച്ചിരുന്നില്ല. മമ്മിയും അവനോട് അവളെപ്പറ്റി ചോദിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ഇരുവരും അവളുടെ വീട്ടിലേക്ക് പോകാമെന്നും തീരുമാനിച്ചു. എന്തുകൊണ്ടാണ് അവൾ ഹോസ്പിറ്റലിലേക്ക് വരാത്തതെന്ന് അറിയണമെന്ന് അവനും ആഗ്രഹം തോന്നി. ഉച്ചനേരമായിരുന്നു അന്ന്. മിസ്ബ അവളുടെ കുഞ്ഞിനെ മടിയിലിരുത്തി വീടിൻ്റെ സിറ്റൗട്ടിലിരിക്കുകയാണ്. അങ്ങനെ സിറ്റൗട്ട് എന്നൊന്നും ആ വീട്ടിൽ പറയാനില്ലെങ്കിലും കുഞ്ഞിൻ്റെ ഒപ്പം എന്തൊക്കെയോ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അവൾ. പെട്ടെന്നാണ് ഒരു കാർ അവരുടെ വീടിൻ്റെ മുറ്റത്തേക്ക് വരുന്നത് അവൾ കണ്ടത്. ആദത്തിൻ്റെ കാറിൻ്റെ നമ്പർ അവൾ ഓർമ്മയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കാർ അങ്ങോട്ട് കയറി വന്നപ്പോൾ തന്നെ അവൾക്ക് മനസ്സിലായി വരുന്നത് അവനാണെന്ന്. കാറിൻ്റെ വാതിൽ തുറന്ന് ആദ്യം പുറത്തേക്ക് ഇറങ്ങിയത് ആദത്തിൻ്റെ മമ്മിയായിരുന്നു. തൊട്ടു പിന്നാലെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് മാധവും പുറത്തേക്ക് ഇറങ്ങി. ഇവയുടെ കണ്ണുകളിൽ അവരെ കണ്ട് അത്ഭുതവും സന്തോഷവും ഒപ്പം ചെറിയൊരു ആദിയും നിറഞ്ഞു. മുറിവുകളൊക്കെ ഉണങ്ങി നീല നിറത്തിലുള്ള ഫോർമൽ ഷർട്ടിൽ ആദ്യത്തെ ആരോഗ്യവാനും സുന്ദരനുമായി തോന്നിപ്പിച്ചിരുന്നു. മാത്രമല്ല വീട്ടിൽ റെസ്റ്റ് ആയിരുന്നതുകൊണ്ട് തന്നെ അവൻ ഒന്നുകൂടി വണ്ണം വെച്ചിട്ടുണ്ടായിരുന്നു. അവൻ്റെ കണ്ണുകൾ കാറിൽ നിന്നിറങ്ങിയതും നേരെ ചെന്ന് പതിഞ്ഞത് സിറ്റൗട്ടിൽ കുഞ്ഞിനോടൊപ്പം നിൽക്കുന്ന മിസ്ബയുടെ മുഖത്തേക്കാണ്. പെട്ടെന്ന് തൻ്റെ വീടിൻ്റെ മുൻപിൽ അവരെ കണ്ടതും എന്ത് ചെയ്യണമെന്ന് പോലും അവൾക്ക് മനസ്സിലായില്ല. അവൾ പെട്ടെന്ന് തന്നെ അവരുടെ അടുത്തേക്ക് ഇറങ്ങിച്ചെന്നു. ആൻറ്റി, മിസ്ബ അവരുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് വിളിച്ചു. കേറി വാ ആൻറ്റി, കേറി വാ. ആദ്യം മമ്മിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതിന് ശേഷം അവൻ്റെ മുഖത്തേക്കും നോക്കി അവൾ പറഞ്ഞു. അന്നമ്മൾക്ക് സുഖമാണോ? കുഞ്ഞിനെ കണ്ടത് മാധത്തിൻ്റെ മമ്മി അവളുടെ നെറുകയിലൊന്ന് തലോടിക്കൊണ്ട് ചോദിച്ചു. അവൾ പുഞ്ചിരിച്ചുകൊണ്ട് അവരെ നോക്കി തലയാട്ടി. അമ്മച്ചി മോളെയും കൂടി കാണാൻ വേണ്ടിയാ വന്നത്. അന്ന് ഇവിടെ വന്നിട്ട് മോൾക്ക് ഒന്നും തരാൻ പറ്റിയില്ലല്ലോ. അതും പറഞ്ഞ് വരുന്ന വഴിയിൽ അവർ വാങ്ങിയ 2-3 കവറെടുത്ത് കുഞ്ഞിൻ്റെ കൈകളിലേക്ക് കൊടുത്തുകൊണ്ട് അവൻ്റെ മമ്മി പറഞ്ഞു. ഇതൊന്നും വേണ്ടായിരുന്നു ആൻറ്റി. മിസ്ബ അവരുടെ മുഖത്തേക്ക് നോക്കി. എന്നാൽ കുഞ്ഞ് അതപ്പോൾ തന്നെ സിറ്റൗട്ടിൽ വെച്ച് തുറന്നു നോക്കാൻ തുടങ്ങി. അവൾക്ക് ആദ്യമായിട്ടായിരുന്നു അങ്ങനെയൊക്കെ ഒരുപാട് സാധനങ്ങൾ ഒരാളുടെ കയ്യിൽ നിന്നും കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ വല്ലാത്തൊരു ആകാംക്ഷയും അത്ഭുതവും അവൾക്കുണ്ടായിരുന്നു. അതിലും പുറമെ ആ കവറിൽ എന്തൊക്കെ സാധനങ്ങളാണെന്ന് അറിയാനുള്ള ഒരു വെപ്രാളവും ആ കുഞ്ഞിനുണ്ടായിരുന്നു. കുഞ്ഞ് ആ കവറുകളിലെ ഓരോ ബേക്കറി പാക്കറ്റുകളും കളിപ്പാട്ടങ്ങളും വെപ്രാളത്തോടെ പുറത്തെടുക്കുന്നത് കണ്ടപ്പോൾ ആദത്തിൻ്റെ മമ്മിയുടെ മുഖത്ത് വലിയൊരു വാത്സല്യം നിറഞ്ഞു. അവർ ചിരിയോടെ കുഞ്ഞിൻ്റെ പഞ്ഞി പോലുള്ള കവളിൽ പതുക്കെ തലോടി. എൻ്റെ മോൾക്ക് ഇതൊക്കെ ഇഷ്ടപ്പെട്ടോ? നിനക്ക് എന്തൊക്കെയാ ഇഷ്ടമെന്ന് അമ്മച്ചിക്ക് അറിയില്ലായിരുന്നു. കണ്ടതൊക്കെ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. വല്ലാത്തൊരു വാത്സല്യത്തോടെ അവർ കുഞ്ഞിനോടായി പറഞ്ഞു. തൻ്റെ മകളോട് അവർ കാണിക്കുന്ന സ്നേഹം കണ്ടപ്പോൾ മിസ്ബയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. തൻ്റെ മമ്മിയോ തൻ്റെ വീട്ടുകാരോ കൊടുക്കാത്ത സ്നേഹമാണ് അവർ കുഞ്ഞിന് കൊടുക്കുന്നതെന്ന് അവൾക്ക് തോന്നി. അത് ആൻറ്റി, അവൾക്ക് ആദ്യമായിട്ടാണ് ഇത്രയും കളിപ്പാട്ടങ്ങളൊക്കെ ഒരാൾ മേടിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഈ വെപ്രാളം. മിസ്ബയുടെ ശബ്ദത്തിൽ ഒരു കുഞ്ഞിടർച്ചയുണ്ടായിരുന്നു. ഉള്ളിലെ സന്തോഷവും ഒപ്പം മനസ്സിൽ തങ്ങി നിൽക്കുന്ന വിഷമങ്ങളും ആ വാക്കുകളിൽ നിഴലിച്ചു. അതിലുപരി കുഞ്ഞ് ആ ഓരോ കളിപ്പാട്ടത്തിനോടും കാണിക്കുന്ന ആകാംക്ഷ കണ്ടപ്പോൾ അവരിനി എന്തെങ്കിലും തെറ്റിദ്ധരിക്കുമോ എന്നുള്ള ഭയവും അവൾക്ക് ഉള്ളിലുണ്ടായിരുന്നു. അതുവരെ പുറത്തു നിന്ന് ഇതെല്ലാം നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു ആദം. പതുക്കെ പടികൾ കയറി അവനും ഉമ്മറത്തേക്ക് വന്നു. അവൾ കുഞ്ഞല്ലേ മോളെ? ആദത്തിൻ്റെ മമ്മി അവളെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ഇഷ്ടപ്പെട്ടോ വാവയ്ക്ക്? ആദം ഒരു മനോഹരമായ പുഞ്ചിരിയോടെ കുഞ്ഞിൻ്റെ കൈകളിൽ നിന്നും ആ കാറ് വാങ്ങി നിലത്തുരുട്ടി കാണിച്ചു കൊണ്ട് കൊടുത്തു. അവൻ കുഞ്ഞിൻ്റെ നെറുകയിൽ ആർദ്രമായി മുത്തിക്കൊണ്ട് കണ്ണുകൾ തിരിച്ച് മിസ്ബയെ നോക്കി. അവളുടെ കണ്ണുകളിൽ ഇപ്പോഴും തങ്ങളെയൊക്കെ അവിടെ കണ്ടതിൻ്റെ ഒരു അത്ഭുതവും കുഞ്ഞിനോട് അവർ കാണിക്കുന്ന സ്നേഹം കണ്ടുള്ള കണ്ണുനീറിൻ്റെ തിളക്കവും ഉണ്ടായിരുന്നുവെന്ന് ആദത്തിന് തോന്നി. ആദം 2 തവണ ചെക്കപ്പിന് ഹോസ്പിറ്റലിൽ പോയപ്പോഴും മോളെ അന്വേഷിച്ചിരുന്നു. കാണാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് പോകുന്നത്. എന്ത് പറ്റി മോൾക്ക്? മമ്മി സ്നേഹത്തോടെ അവളോട് ചോദിച്ചു. അത് മമ്മി, ഈ 2 ദിവസം കുഞ്ഞിന് ചെറിയൊരു പനിയായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് ഇറങ്ങാൻ പറ്റാതിരുന്നത്. പിന്നെ അതിനു മുമ്പ് എനിക്കൊരു എക്സാമിന് വേണ്ടി ഞാൻ ലീവ് എടുത്തതായിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ട് ജർമ്മനിയിലുണ്ട്. അവളുടെ കെയർ ഓഫിൽ എനിക്ക് അവിടെ ഒരു ജോബ് ഓഫർ വന്നിരുന്നു. ബട്ട് അതിന് വേണ്ടിയിട്ട് ഒരു എക്സാം ഉണ്ട്. അതിനു വേണ്ടി ലീവ് എടുത്തതാ. അവൾ അവരെ നോക്കി പറഞ്ഞു. മിസ്ബയുടെ വാക്കുകൾ കേട്ടത് മാധത്തിൻ്റെ അവൻ്റെ മമ്മിയുടെ മുഖത്ത് ഒരുപോലെ അത്ഭുതം പടർന്നു. അതെത്ര നല്ല കാര്യം മോളെ. ആദത്തിൻ്റെ മമ്മി സന്തോഷത്തോടെ അവളുടെ തോളിൽ തട്ടി. മോളെ പോലെ ഒരു പെൺകുട്ടി സ്വന്തം കാലിൽ നിൽക്കാൻ തീരുമാനിച്ചത് വളരെ വലിയൊരു കാര്യമാണ്. ബാക്കിയുള്ളവരുടെ മുൻപിലൊന്നും കൈനീട്ടാതെ ജീവിക്കണം. അവർക്ക് അവളോട് വല്ലാത്തൊരു ബഹുമാനം തോന്നി. എന്നിട്ട് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? ആദം കൈകൾ നെഞ്ചിൽ പിണച്ചു വെച്ച് അവളിലേക്ക് അടുത്ത് നിന്നുകൊണ്ട് ചോദിച്ചു. കുഴപ്പമില്ലായിരുന്നു. കിട്ടുമെന്നാ വിചാരിക്കുന്നത്. അവൾ ചെറുതായി പുഞ്ചിരിക്കാൻ ശ്രമിച്ചു.
അപ്പോൾ അന്നയും ജർമ്മനിയിലേക്ക് പോകുമോ? ആദം പതുക്കെ കുഞ്ഞിൻ്റെ അരികിലേക്ക് ഇരുന്നു കൊണ്ട് ചോദിച്ചു. അത് കേട്ടവൾ സംശയത്തോടെ തൻ്റെ മമ്മിയുടെ മുഖത്തേക്ക് നോക്കി. കുഞ്ഞിനോടത് ചോദിക്കുന്ന ആ നിമിഷം ആദം മിസ്ബയെ തന്നെ നോക്കി നിന്നു. സ്വന്തം ജീവിതത്തിലെ സകല പ്രതികൂല സാഹചര്യങ്ങളോടും പൊരുതി കുഞ്ഞിന് വേണ്ടിയും സ്വന്തം അസ്തിത്വത്തിന് വേണ്ടിയും ഒറ്റയ്ക്ക് വഴിവെട്ടാൻ ഇറങ്ങിത്തിരിച്ച ആ പെൺകുട്ടിയോട് അവന് ഉള്ളിൻ്റെ ഉള്ളിൽ വലിയൊരു ആരാധനയും തോന്നുകയായിരുന്നു. കുഞ്ഞിനെ ഇപ്പോൾ കൊണ്ടുപോകാൻ കഴിയില്ല, അതാ എനിക്ക് വിഷമം. അത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. സങ്കടം സഹിക്കാനാവാതെ കണ്ണുനീർത്തുള്ളികൾ കവിളിലൂടെ ഒലിച്ചിറങ്ങി. സ്വന്തം ചോരയെ ദൂരെ നിർത്തി പ്രവാസത്തിലേക്ക് പോകേണ്ടി വരുന്ന ഒരമ്മയുടെ നെഞ്ചുപിടച്ചിൽ ആ വാക്കുകളിൽ വ്യക്തമായിരുന്നു. മിസ്ബയുടെ ആ കരച്ചിൽ കണ്ടതും ആദത്തിൻ്റെ മമ്മി പെട്ടെന്ന് മുൻപോട്ട് വന്ന് അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. അയ്യോ, മോൾ ഇതിനാണോ കരയുന്നത്? കുഞ്ഞിൻ്റെ കാര്യത്തിൽ മോള് വിഷമിക്കണ്ട, ആദത്തിൻ്റെ മമ്മി അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. എൻ്റെ ജീവിത സാഹചര്യം ഇങ്ങനെയൊന്നും അല്ലായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ മോളെ എൻ്റെ മമ്മിയെ ഏൽപ്പിച്ചിട്ട് ധൈര്യമായിട്ട് പോയേനെ ആൻറ്റി. പക്ഷേ ഇവളെ എനിക്ക് ഏൽപ്പിക്കാൻ ഒരു സ്ഥലവും ഇപ്പോൾ ഇല്ല. വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഞാൻ ഇവളെ ഇവിടെ അടുത്തൊരു അനാഥാലയത്തിലാക്കാമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അവിടെ ചെന്നിട്ട് ഒരു 6 മാസത്തിനുള്ളിൽ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും കൊണ്ടുപോകാനുള്ള പ്രൊസീജിയേഴ്സ് നോക്കണം. അവൾ വിഷമത്തോടെ അവരെ രണ്ടുപേരെയും നോക്കി പറഞ്ഞു. മിസ്ബയുടെ ആ വാക്കുകൾ കേട്ടതും ഉമ്മറത്ത് നിമിഷ നേരത്തേക്ക് ശ്വാസം അടക്കിയ പോലെ ഒരു നിശബ്ദത പടർന്നിരുന്നു. ഇവളെ അനാഥാലയത്തിലാക്കാനോ? മമ്മി സംശയത്തോടെ അവളോട് ചോദിച്ചു. ആദം അപ്പോഴും ഒന്നും തന്നെ മിണ്ടിയില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യണം ആൻറ്റി? അവൾ കരച്ചിലിനിടയിലൂടെ പതറി പറഞ്ഞു. എൻ്റെ വീട്ടുകാർക്ക് എന്നെയും എൻ്റെ കുഞ്ഞിനെയും കാണുന്നത് തന്നെ വെറുപ്പാണ്. അതിലവരെ കുറ്റമൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പൊന്നുപോലെ വളർത്തിയ മകൾ അങ്ങനെയൊരു തെറ്റ് ചെയ്യുമ്പോൾ അവരങ്ങനെ തന്നെ പെരുമാറുകയുള്ളൂ. പിന്നെ എൻ്റെ ഭർത്താവ് എന്ന പേരിലുള്ളവന് ഞങ്ങളെ ജീവനോടെ കാണുന്നത് പോലും ഇഷ്ടമല്ല. എനിക്ക് വേറെ ആരുമില്ല ആൻറ്റി. എൻ്റെ കുഞ്ഞിനെ എൻ്റെ അത്രയും സുരക്ഷിതമായി നിർത്താൻ ഈ ഭൂമിയിൽ എനിക്ക് വേറെ ഒരിടവുമില്ല. മിസ്ബയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ വീണ്ടും പെയ്തിറങ്ങി. അവള് നെഞ്ചുപൊട്ടി വിങ്ങിപ്പൊട്ടിക്കൊണ്ട് തല താഴ്ത്തിയിരുന്നു. മോള് ധൈര്യമായിട്ട് ജോലിക്ക് പോയിക്കോ. എക്സാം പാസ്സായി ജോലി ഉറപ്പായാൽ ഒരു മടിയും കൂടാതെ ജർമ്മനിക്ക് പോകണം. അൻ്റെ മോളുടെ കാര്യം ഓർത്ത് നീ ഒരു തുള്ളി കണ്ണുനീർ പോലും പൊഴിക്കരുത്. അവളെ പൊന്നുപോലെ ഞങ്ങൾ നോക്കിക്കോളാം. നീ ഇവളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത് വരെ അവൾ ഞങ്ങളുടെ വീട്ടിൽ വളരും. മമ്മി അവളുടെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. ആൻറ്റി, ആൻറ്റി എന്തായി പറയുന്നത്? അവൾ വിറയ്ക്കുന്ന ശബ്ദത്തിൽ അവരോട് ചോദിച്ചു. ഞങ്ങൾ പോരെ എൻ്റെ മോളുടെ കുഞ്ഞിനെ നോക്കാൻ? ആദത്തിൻ്റെ മമ്മി നിറഞ്ഞ പുഞ്ചിരിയോടെ പറഞ്ഞു. അത് കേട്ടതും മിസ്ബ അത്ഭുതത്തോടെ ആ മമ്മിയുടെ മുഖത്തേക്ക് നോക്കുകയായിരുന്നു. എൻ്റെ മോളെന്ന് പറഞ്ഞ് തന്നെ ചേർത്ത് പിടിക്കുന്ന ആ മമ്മിയോട് അവൾക്ക് വല്ലാത്തൊരു സ്നേഹം തോന്നി. ഒരമ്മയാകാൻ പ്രസവിക്കേണ്ട കാര്യമില്ലെന്ന് അവൾ ഒരു നിമിഷം ചിന്തിച്ചു. ഈ കുഞ്ഞ് ഇനി ഞങ്ങളുടെ കൂടി മോളാണ്. മോള് പോയി അവിടെ ഒരു കര പറ്റി അവൾക്ക് വരാനുള്ള സാഹചര്യം ആകുന്നത് വരെ ഞങ്ങളുടെ വീട്ടിൽ ഇവൾ ഞങ്ങളുടെ സ്വന്തം മകളായി ഒരു രാജകുമാരിയെ പോലെ വളരും. അതിന് ഒരു കുറവും ഇവിടെ ഉണ്ടാവില്ല. മമ്മിയുടെ ആ വാക്കുകൾ കേട്ടതും മിസ്ബയുടെ നെഞ്ച് വിങ്ങിപ്പൊട്ടി. ആദവും പുഞ്ചിരിയോടെ പതുക്കെ എഴുന്നേറ്റ് മിസ്ബയുടെ അരികിലേക്ക് വന്നു. മമ്മി പറഞ്ഞത് 100% സത്യം മിസ്ബ. ആദ അവളുടെ ആകുലത നിറഞ്ഞ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു. നിന്റെ സ്വപ്നങ്ങൾക്ക് ചിറകം മുളയ്ക്കുമ്പോൾ ഇവളുടെ കാര്യം നിനക്കൊരു തടസ്സമാകരുത്. അവളെ ഞങ്ങൾ പൊന്നുപോലെ നോക്കിക്കോളാം. എൻ്റെ ശ്വാസം ഉള്ളിടത്തോളം കാലം നിന്റെ മകൾക്ക് ഒരു പോറൽ പോലും ഏൽക്കില്ല. അത് ഈ ആദത്തിൻ്റെ വാക്കാണ്. ആദത്തിൻ്റെ കണ്ണുകളിലെ ആ ആത്മാർത്ഥതയും തനിക്ക് തണലായി നിൽക്കുന്ന ആ കുടുംബത്തിൻ്റെ സ്നേഹവും അറിഞ്ഞപ്പോൾ മിസ്ബയ്ക്ക് വാക്കുകൾ കിട്ടാതെയായി. എനിക്ക് നിങ്ങളോട് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല ആൻറ്റി. അവൾ ആദത്തിൻ്റെ മമ്മിയുടെ കൈകളിൽ പിടിച്ച് കരഞ്ഞുപോയി. എന്താ മോളെ ഇത്? നമുക്കിടയിൽ നന്ദിയുടെ ആവശ്യമൊന്നുമില്ല. മമ്മി അവളുടെ കവിളിലെ കണ്ണുനീർ തുടച്ചു കൊടുത്തു. തൻ്റെ മകളുടെ ഭാവി സുരക്ഷിതമായിരിക്കുമെന്ന ബോധം മിസ്ബയുടെ ഉള്ളിലെ വലിയൊരു ഭാരം ഇറക്കി വെപ്പിച്ചു. ഒപ്പം തനിക്ക് വേണ്ടിയും തൻ്റെ കുഞ്ഞിന് വേണ്ടി ഇത്രത്തോളം കരുതൽ കാണിക്കുന്ന ആദത്തിനോടും അവൻ്റെ മമ്മിയോടും ഉള്ളിൻ്റെ ഉള്ളിൽ അവളുടെ ബഹുമാനം 10 ഇരട്ടിയായിട്ട് വളരുകയായിരുന്നു. പക്ഷേ എൻ്റെ കുഞ്ഞിൻ്റെ കാര്യങ്ങൾക്കുള്ള എല്ലാ ചിലവും ഞാൻ നോക്കിക്കോളാം. ജർമ്മനിയിൽ ചെന്ന് ജോലി കിട്ടിയാൽ ഉടനെ തന്നെ അവളുടെ വസ്ത്രത്തിനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടിയുള്ള ക്യാഷ് ഞാൻ കൃത്യമായിട്ട് അങ്ങോട്ടേക്ക് അയച്ചു തരാം. പ്ലീസ്, അത് നിഷേധിക്കരുത്. മിസ്ബ സങ്കടത്തിനിടയിലും പതുക്കെ കണ്ണുനീർ തുടച്ചുകൊണ്ട് പറഞ്ഞു. അതുവരെ ഗൗരവത്തിൽ നിൽക്കുകയായിരുന്ന ആദം അത് കേട്ടതും മുഖത്തൊരു കള്ളച്ചിരിയോടെ ഒന്നുറക്കെ ചിരിച്ചുപോയി. ക്യാഷോ? ആദം കൈകൾ നെഞ്ചിൽ പിണച്ചു വെച്ച് ഒരു കളിയാക്കലോടെ അവളോട് ചോദിച്ചു. ഓഹോ, ജർമ്മനിയിൽ നിന്ന് വൻതുക സമ്പാദിച്ച് ഞങ്ങളെക്കാളൊക്കെ വലിയ കോടീശ്വരിയാകാൻ പോവുകയാണല്ലേ? അത് കൊള്ളാം. ആദത്തിന്റെ ആ പെട്ടെന്നുള്ള കളിയാക്കൽ കേട്ട് മിസ്ബ അന്തം വിട്ട് അവനെ നോക്കി. ആദത്തിന്റെ ആ തമാശ കലർന്ന സ്നേഹവും കളിയാക്കലും ഒക്കെ കേട്ടപ്പോൾ മിസ്ബയുടെ മനസ്സിലെ സകല ഭാരങ്ങളും ഒഴിഞ്ഞുപോയി. അവളൊന്ന് പുഞ്ചിരിച്ചു. അതാൻറ്റി, അവൾക്ക് എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു.
താൻ എത്ര ഗൗരവത്തോടെ പറഞ്ഞ കാര്യമാണ് അവൻ ഒരൊറ്റ കളിയാക്കൽ കൊണ്ട് അലിയിച്ച് കളഞ്ഞതെന്നോർത്ത് അവൾക്ക് അത്ഭുതം തോന്നി. മോൾ ഒരു കാര്യവും ഓർത്ത് വിഷമിക്കണ്ട, കുഞ്ഞിൻ്റെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. അവൻ വെറുതെ തമാശ പറഞ്ഞതാ. മമ്മി അവളെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. മോൾ ഒന്നിനും പേടിക്കണ്ട, വിസയും കാര്യങ്ങളും ഒക്കെ ശരിയാകുമ്പോൾ സന്തോഷത്തോടെ പോയിട്ട് വാ. പോകുന്നത് വരെ കുഞ്ഞു മോളുടെ കൂടെ തന്നെ നിൽക്കട്ടെ. പോകുന്ന അന്ന് ഞങ്ങളെ ഏൽപ്പിച്ചാൽ മതി, കേട്ടല്ലോ. മാത്രമല്ല, മോൾക്ക് പോകാൻ എത്ര രൂപയാണോ ചിലവാകുന്നത് അത് ഞങ്ങൾ തരാം. അവർ വീണ്ടും അവളെ നോക്കി പറഞ്ഞു. അതൊന്നും വേണ്ട ആൻറ്റി, എൻ്റെ മോളെ സംരക്ഷിക്കാമെന്ന് പറഞ്ഞില്ലേ, അത് മാത്രം മതി എനിക്ക്. അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് അവരോട് പറഞ്ഞു. അവർ കുറച്ചു നേരം കൂടി അവിടെ സംസാരിച്ചിരുന്നു. അതിനിടയിൽ ആദവും അന്നയും തമ്മിൽ നല്ലൊരു കൂട്ടായിരുന്നു. അവൻ വാങ്ങിച്ചു കൊണ്ടുവന്ന കളിപ്പാട്ടം അവളുടെ ഒപ്പം ഇരുന്ന് ആദവും കളിക്കുന്നുണ്ടായിരുന്നു. മിസ്ബ അപ്പോഴത്തേക്കും പോയി ചായയൊക്കെ കൊണ്ടുവന്ന് അവർക്ക് കൊടുത്തു. മമ്മിയും ചായ ഇടാൻ അവളെ സഹായിക്കാൻ വേണ്ടി അടുക്കളയിലേക്കും പോയിരുന്നു. അവിടെ വെച്ച് അവളോട് കുറേ മമ്മി സംസാരിച്ചു. അവർ തമ്മിലും നല്ലൊരു ബന്ധം ഉടലെടുക്കുകയായിരുന്നു. എന്നാൽ ശരി മോളെ, ഞങ്ങൾ ഇറങ്ങുക. മമ്മി കുഞ്ഞിൻ്റെ തലയിലൊന്ന് തലോടിയിട്ട് അവളെ നോക്കി. ഇത്രയും നേരം തനിക്ക് ആരൊക്കെയോ ഉള്ളതുപോലെ അവൾക്ക് തോന്നിയിരുന്നു. പെട്ടെന്ന് അവർ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് വല്ലാത്ത സങ്കടം തോന്നി. പോട്ടെ അന്നക്കുട്ടി, ആദവും കുഞ്ഞിനോട് പറഞ്ഞു. പോട്ടെ എന്ന് പറഞ്ഞിട്ടും ആദത്തിനും അവിടെ നിന്ന് ഇറങ്ങാൻ വല്ലാത്തൊരു മടിയായിരുന്നു. അങ്കിൾ പോകണ്ട, അന്ന പെട്ടെന്ന് സങ്കടത്തോടെ അവനെ നോക്കി പറഞ്ഞു. ഞങ്ങൾ ഇടയ്ക്കൊക്കെ വരാം മോളെ. ആദം അവളുടെ നെറുകയിൽ തലോടി അവളെ ഒന്ന് ചുംബിച്ചുകൊണ്ട് പറഞ്ഞു. മോൾ ഒന്നും ഓർത്ത് സങ്കടപ്പെടണ്ട. മമ്മി വന്ന് മിസ്ബയുടെ തോളിൽ ചേർത്ത് പിടിച്ചു. ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് വരും. ഇനി ഇതൊന്നും പോരാഞ്ഞിട്ട് മോളൊക്കെ എപ്പോഴെങ്കിലും ഒറ്റപ്പെടൽ തോന്നുമ്പോൾ, അല്ലെങ്കിൽ കുഞ്ഞിന് ഞങ്ങളെ കാണണമെന്ന് തോന്നുമ്പോൾ ഒരു ഫോൺ വിളിച്ചാൽ മതി, ഞങ്ങൾ ഓടിയെത്തും, കേട്ടല്ലോ. ഇനി ഒറ്റയ്ക്കാണെന്നുള്ള ചിന്തയൊന്നും വേണ്ട, ഞങ്ങളുണ്ട്. മമ്മി അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. ആദവും മമ്മിയും യാത്ര പറഞ്ഞ് ഇറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് പെട്ടെന്ന് മുറ്റത്തേക്ക് ആരോ കടന്നു വന്നത്. മദ്യപിച്ച് കിടുങ്ങി ആടിയാണ് അവൻ വരുന്നത്. അവൻ കയറി വന്നതും ഉമ്മറത്ത് നിൽക്കുന്ന ആദത്തെയും അവൻ്റെ കാറിനെയും മിസ്ബയുടെ കൂടെ നിൽക്കുന്ന മമ്മിയെയും മാറി മാറി അവൻ നോക്കി. അവൻ്റെ കണ്ണുകളിൽ ദേഷ്യവും ലഹരിയും നിറഞ്ഞു നിന്നിരുന്നു. അയാളെ കണ്ടതും മിസ്ബ കുഞ്ഞിനെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. കുഞ്ഞും വല്ലാത്തൊരു ഭയത്തോടെ അയാളെ നോക്കി.